പുലി മുരുക മുരുക പുലി മുരുക. പുലിമുരുക, നീ പുലിമുരുകനാണോ അല്ലെ എലിമുരുകനാണോ? കണ്ടിട്ട് പുലിമുരുകന്റെ ലക്ഷണങ്ങൾ ഉണ്ട് അല്ലേ? ബ്രൂണോ, നമ്മുടെ സ്റ്റാർ എങ്ങനെയുണ്ട് നോക്കിയാ? സ്റ്റാർ നോക്കിയടാ, ദേ സ്റ്റാർ. ബ്രൂണോന്റെ ക്രിസ്മസ് സ്റ്റാർ നോക്കിയാൽ വാൽനക്ഷത്രം. ബ്രൂണോ നോക്കിയിരിക്കണതേ. അങ്ങനെ ബ്രൂണോയ്ക്ക് ഒരു വാൽനക്ഷത്രം ഇട്ട് കൊടുത്തു. അവനിങ്ങനെ വാൽനക്ഷത്രം കടലും കത്തിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൂണോയ്ക്കും ക്രിസ്മസ് ആവാറായില്ലേ? ബ്രൂണോ എന്താണ് ഉണ്ടായത് നിനക്ക് ക്രിസ്മസിന് സ്പെഷ്യൽ? ബ്രൂണോന്റെ ജന്മദിനം ആവാറായിട്ടുണ്ടല്ലോ. ഈ മാസം തന്നെയാണ് ബ്രൂണോന്റെ ജന്മദിനം. മമ്മിനെ കാണുമ്പോൾ നിന്റെ ബ്രൂണോ, മമ്മി വീട്ടിൽ പോണില്ലേ നീ? പാവം ബ്രൂണോന്റെ അമ്മേനെ കാണാൻ പോണില്ലേ ബ്രൂണോ? ആമ്പോ നെടുവീർപ്പിടുന്നു ബ്രൂണോരെ അമ്മയും ചേട്ടന്മാരും അനിയന്മാരൊക്കെ ആണ് ബ്രൂണോ. അന്ന് ബ്രൂണോനെ വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു 10-12 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അന്ന്. ബ്രൂണോ കൈ 2 മാസം എത്തിയൊരു ബ്രൂണോന്റെ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. അതായത് ഞാനും മകളും കൂടിയും ഒരു ദിവസം ഇങ്ങനെ വണ്ടിമ്മ പോവായിരുന്നു. ബൈക്കുമ്മ പോകുമ്പോൾ, അതായത് അഷ്ടമിച്ചിറ വടമ പാടല് അവിടെ ആയിട്ടൊരു വീടുണ്ട്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ് ലാബ്രഡോർ കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോള് കണ്ട വഴി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും അച്ചാറിന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഒരു ആഗ്രഹമല്ലേ, പിന്നെ നമുക്ക് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ടെൻഷനിലൊക്കെ ആയിരുന്നു. അവളും ഞാനൊക്കെ ടെൻഷനിലായിരുന്നു. ആ ടൈമിലാണ് വൈഫ് മരിച്ചിട്ട് 2-3 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവൾക്കും ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമാവട്ടെ എന്നിട്ട് ഞങ്ങൾ പോയി വാങ്ങി കൊണ്ടുവന്ന് അന്ന് രാത്രി, അതായത് വാങ്ങി കൊണ്ടുവന്നു അന്ന് രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് ഭയങ്കര റിയാക്ഷൻ ഇതൊക്കെ തുടങ്ങി. അതായത് മേലൊക്കെ ഭയങ്കര ചൊറിച്ചിലും ഇതൊക്കെ, ഇതിനെന്തോ ഒരു ഇത് പരട്ടിയിട്ടൊന്നും അറിയില്ല. ഇവൻ്റെ മേലത്തെ ഇത് അതുകൊണ്ടൊന്നുണ്ട്. അതായത് ചൊറിച്ചിലും. പിന്നെ രാത്രി കിടന്നിട്ട് വന്നു വെച്ചാൽ ഇവൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോഴാണ് അവൻ അവിടുത്തെ കൊണ്ടുവരുന്നത്. പിന്നെ അവൻ്റെ സഹോദരങ്ങളെയും സഹോദരിമാരെയൊക്കെ ഉപേക്ഷിച്ചും അമ്മനെയൊക്കെ ഉപേക്ഷിച്ച് വരുമ്പോഴുള്ള ആ ബുദ്ധിമുട്ടാണ് അവൻ കാണിച്ചത്. രാത്രി കിടന്നു വെച്ചാൽ ഞങ്ങൾ ഉറക്കിയിട്ടില്ല. അതായത് ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു. കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇതെന്ത് തന്നെയായിരിക്കും, ഇനി എന്നും തന്നെയായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഇത് വാങ്ങിച്ച അവർക്ക് ആ വീട്ടിലേക്ക് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഇവരെ വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ അതങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, നിങ്ങൾ വേഗം വാങ്ങിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ വേറെ ആരും വാങ്ങുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കണ്ട നിങ്ങൾ, അതായത് പൈസ നോക്കണ്ട. ഞാൻ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,000 രൂപ കൊടുത്ത് വാങ്ങിച്ചത്. അവർ എത്ര 8,000 കൊണ്ട് പറഞ്ഞു. അപ്പോൾ 7,000 രൂപ കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ പൈസ കിട്ടിയെങ്കിൽ മാത്രം തന്നാൽ മതി, തിരിച്ച് തരാൻ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ആരെങ്കിലും കൊടുത്തളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കാലത്ത് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഉണ്ട് ഇവൻ്റെ മുഖം നോക്കിയപ്പോൾ ഒരു ദയനീയമായ മുഖം. അപ്പോൾ മോളും പറഞ്ഞു ശരിയാണ്, ഇനി ഒച്ച കൊടുക്കാം, നമുക്കിത് വേണ്ടാന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവൻ്റെ ഈ ദയനീയമായ നിഷ്കളങ്കമായ ഒരു മുഖം വെച്ച് നോക്കണമെന്ന്. അത് കണ്ടപ്പോൾ ഞാൻ മോളെടുത്ത് പറഞ്ഞു വേണ്ട നീ കൊടുക്കണ്ട, ഇതോടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബ്രൂണോ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് മാറുന്നത്. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കണ്ണിലുണ്ണിയായി വരുന്ന ആൾക്കാരും എല്ലാവരും രാത്രി പിന്നെ കരച്ചിൽ കുറഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ വിശപ്പിൻ്റെ എന്തുകൊണ്ടെന്നല്ല, കൂട്ടത്തിൽ നിന്ന് വിട്ട് മാറിയിട്ടാണ്, അതാണ് കരച്ചിൽ മനസ്സിലായി.
അങ്ങനെ പിന്നെ മോളെയും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു എന്താണ് ഇങ്ങനെ ചൊറിച്ചിലിൻ്റെ കാരണം എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഇവൻ്റെ തന്നെയാണ് കാരണം. പറഞ്ഞു ഇവൻ്റെ ഈ പൂട കൊഴിച്ചിലും പിന്നെ അതുപോലെ അവൻ്റെ മേലൊക്കെ എന്തോ ഒരു മരുന്നൊക്കെ പറ്റാറുണ്ട് അവർ, അതിൻ്റെയാണെന്നറിയില്ല. അങ്ങനെ മോളുടെ അടുത്തും പറഞ്ഞു അധികം നീ ഇതിനെ ഇത് ചെയ്യേണ്ട നിൽക്കണ്ടെന്നു. എന്നിരുന്നാലും അവൾ ഇതിനെ പുന്നാരിക്കലും എന്നൊക്കെയായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇവൻ നമ്മൾ ഇവനെ ഇത് ചെയ്തില്ലെങ്കിൽ അവൻ നമ്മുടെ ഇത് കയറി വരും. അങ്ങനത്തെയാണ്. അങ്ങനെ ബ്രൂണോയെ ഞങ്ങൾ വളർത്താൻ തുടങ്ങുകയാണ്. പിന്നെ അവൻ്റെ ഇഷ്ടങ്ങൾക്കും ഞങ്ങൾ എന്ന് വെച്ചാൽ ഭക്ഷണ കാര്യങ്ങളും അതുപോലെ മോളും നന്നായിട്ട് കെയർ ചെയ്തായിരുന്നു. അതിന് കൊടുക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ടല്ലോ കറക്റ്റായിട്ട് വിരക്കുള്ള മരുന്നും അങ്ങനെ അതൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് മൃഗാശുപത്രിയിൽ പോയിട്ട് വാക്സിനുകളും മെയിൻ വാക്സിനാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിക്ക് മുമ്പ് നമ്മൾ നായനെ വളർത്തിയിട്ട് 1-2 പേരെ കടിച്ചായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ അതായത് ആളുകൾ വീട്ടിൽ നിന്ന് പോകില്ല, അതാണ് ഇതൊക്കെയായിരുന്നു. അങ്ങനെ നമുക്ക് നായനെ വളർത്തുന്നോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പിന്നെ ഇവന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഇതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും ബഹറിലേക്ക് ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പോവുകയാണ്. അങ്ങനെ ഇവനെന്ന് വെച്ചാൽ മകളും മകൾക്ക് പിന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അവൾ അമ്മ വീട്ടിൽ പോയി നിൽക്കാറ്. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് പരിഹാരത്ത് പോയി നിൽക്കുമ്പോൾ ഇവനെയും അങ്ങോട്ട് കൊണ്ടുപോയി. കാരണം ഇവൻ തന്നെയായിട്ട് ഇവിടെ നിൽക്കില്ല, അവന് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്. അങ്ങനെ ഇവനെയും കൊണ്ടുപോയി അവിടെയായിരുന്നു. അങ്ങനെ ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത്. ബഹറിലായിരുന്നു, അതായത് ജോലി ബഹറിലായിരുന്നു. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ജോലി സാധ്യതകൾ കുറവാണ്.